ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പാടത്തും വരമ്പത്തും അയ്യത്തും അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടുവരുന്ന ഒരു പൂവാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം പല ടൈപ്പ് ഉണ്ട്. സിംഗിൾ ഇലയും അല്ല സിംഗിൾ ഇതളായിട്ടൊക്കെ ഉള്ള പൂവുണ്ട്. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് മൾട്ടി ലെയേഴ്സ് ഉള്ള പൂവാണ്. ആൻഡ് ശംഖുപുഷ്പത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഈ ഗ്രീൻ ടീ, ലെമൺ ടീ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ബ്ലൂ ടീ ഉണ്ടാക്കി കുടിക്കാൻ പോകുന്നതാണ്. അതിന് അതിൻ്റെതായിട്ടുള്ള പല പ്രത്യേകതകളുണ്ട്. വെയിറ്റ് ലോസിന് ഉപയോഗിക്കും, നിറം വർദ്ധിക്കും, അങ്ങനെ പല പ്രത്യേകതകളുള്ള പൂവാണ്. സോ നമ്മൾ നോർമൽ സ്ഥലങ്ങളിൽ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അത് ഇഗ്നോർ ചെയ്ത് വിട്ടിട്ടുള്ള പൂവാണ്. ഇന്ന് ഞാൻ അതും വെച്ച് ഒരു ബ്ലൂ ടീ ഉണ്ടാക്കുന്നതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് ആ ചെടി എങ്ങനെയായിരിക്കുന്നതെന്ന് കണ്ടാലോ. ഇതാണ് ശംഖുപുഷ്പം. ആൻഡ് ഇറ്റ്സ് ഓൾസോ കോൾഡ് ബട്ടർഫ്ലൈ പീ ഫ്ലവർ. ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് മൾട്ടി ലെയേർഡ് ശംഖുപുഷ്പമാണ്. നമ്മൾ നോർമൽ പല സ്ഥലങ്ങളിലും കാണുന്നത് ജസ്റ്റ് ഒരു ലെയർ മാത്രമേ ഉള്ള പൂവാണ് കാണുന്നത്. ഇതിങ്ങനെ പടർന്ന് കയറുന്ന ടൈപ്പ് ഒരു ചെടിയാണ്. പടർന്ന് ഇങ്ങനെ നമ്മൾ എവിടെയും പടർത്തി വിട്ട് കഴിഞ്ഞാൽ പടർന്ന് കയറിക്കോളും. മറ്റു സ്ഥലങ്ങളിലെല്ലാം ഇത് ഡ്രൈ ആയി അതിന് ഒരു ബോക്സ് അല്ല ഒരു 250 ഗ്രാം എന്നൊക്കെ പറയുമ്പോൾ അത് 300 സംതിങ് റേറ്റ് ആണ്. ഒരു ബോക്സിനൊക്കെ 2500 ഒക്കെ വരും ഒരു ബോക്സിന് റേറ്റ്. ഈ പൂ ഒരു പർപ്പിളിഷ് അല്ലെങ്കിൽ ഒരു ബ്ലൂ കളറിലാണ് കാണപ്പെടുന്നത്. ഇതിന്റെ വേര്, തണ്ട്, ഇല എല്ലാം ഓരോരോ മെഡിസിൻ ആണ്. ഇല വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുമ്പോൾ ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾക്ക് ശമനം കിട്ടും എന്നാണ് കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മെന്റൽ സ്ട്രെസ് ഉള്ളവർക്ക് മെമ്മറി എൻഹാൻസ് ചെയ്യാന് അങ്ങനെ വെറൈറ്റി രോഗങ്ങൾക്ക് ഇത് ഒരു മെഡിസിൻ ആണ്. അതുപോലെ തന്നെ ത്രോട്ട് ഇൻഫെക്ഷന്, സ്കിൻ ഡിസീസ്, ഐ ഇൻഫെക്ഷന്, അൾസർ അങ്ങനത്തെ പോലുള്ള രോഗങ്ങൾക്കും ഇത് മെഡിസിൻ ആണ്. ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇത് ഇൻടേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ആയുർവേദിക് മെഡിസിനിലാണ് ഏറ്റവും കൂടുതൽ ഇത് എല്ലാവരും ഉപയോഗിക്കുന്നത്. ബ്രെയിൻ ഡിസോർഡർ ട്രീറ്റ് ചെയ്യാനാണ് ഇവർ മെയിൻലി ഈ പൂക്കൾ ഉപയോഗിക്കുന്നത്. ഒത്തിരി പല വെറൈറ്റി, വണ്ണം കുറയാനും നിറം വെക്കാനും എല്ലാം ഇതിന്റെ പൂ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കും. പല രീതിയിൽ നമ്മളത് ഇൻടേക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ഈ പൂ തിളച്ചു വരുമ്പം അതിൻ്റെ ആ നീല നിറം കണ്ട ആരും പേടിക്കണ്ട. ആ കളറ് പോലെ എന്താ പറയുക, കാണുമ്പോൾ ഒരു പേടി തോന്നുമെങ്കിലും അത് കുടിക്കുമ്പോൾ ഒരു രുചി വ്യത്യാസവും ഇല്ല. നോർമൽ നമ്മളൊരു വെള്ളം കുടിക്കുന്ന ഒരു ജസ്റ്റ് കളർ വെള്ളം കുടിക്കുന്ന ഒരു ഫീലേ വരുന്നുള്ളൂ. വണ്ണം വെച്ചവർക്ക് കുറയ്ക്കാനും വണ്ണം വെക്കാനും ഇത് ഉപയോഗപ്പെടുന്നുണ്ട്. സോ അതിന്റെ നീല നിറം കൊണ്ടാണ് നമ്മൾ ഇതിനെ ബ്ലൂ ടീ എന്ന് വിളിക്കുന്നത് തന്നെ. ഒരു രുചി വ്യത്യാസവും ഇല്ല. നമ്മൾ കുടിക്കുമ്പോൾ നമുക്കൊരു രുചി വ്യത്യാസവും ഫീൽ ചെയ്യുന്നില്ല.
നമ്മുടെ ഈ ടീയിലോട്ട് അവരവരുടെ ആവശ്യത്തിന് പഞ്ചസാരയെങ്കിൽ പഞ്ചസാര, ഹണി ആണെങ്കിൽ ഹണി ചേർത്ത് കൂട്ടത്തിൽ ലെമണും ചേർത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ പ്ലെയിൻ ഒരു വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കാം. സോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടുക. സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ഫ്രം പ്രിൻസ് ജോൺ.